നമസ്കാരം പ്രിയമുള്ളവരെ, ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വാർത്ത നേരിട്ട് ക്രിസ്ത്യൻ വാർത്തയൊന്നുമല്ല. എന്നാൽ ഒരു പ്രതിബദ്ധത, സാമൂഹിക പ്രതിബദ്ധത, സമൂഹത്തിലുള്ള ചില കാര്യങ്ങൾ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കരുത്. നല്ല നന്മയുടെ മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്നുള്ളത് കൊണ്ട് ഈ വാർത്ത ഇന്നത്തെ നമ്മുടെ ന്യൂസ് ബുള്ളറ്റിനിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഉത്തർപ്രദേശ് നിയമസഭയിൽ, അതായത് നമ്മുടെ യോഗിയുടെ നിയമസഭയിലുണ്ടായ ഒരു വലിയ ചർച്ച. ആ ചർച്ച എല്ലാവരെയും ചിരിപ്പിച്ചു, വലിയ വാർത്തയായി തീർന്നു. ആ ചർച്ചയാണ് പറയാൻ പോകുന്നത്. നിയമസഭയുടെ ബഡ്ജറ്റ് സമ്മേളനമായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ. ആ സമ്മേളനത്തിനിടയ്ക്ക് സ്പീക്കർ തൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. അതായത് നിയമസഭയുടെ മെയിൻ ഹാളിൻ്റെ മെയിൻ വാതുക്കൽ ആരോ മുറുക്കി തുപ്പിയിരിക്കുന്നു. ഒത്തിരി കാശ് കൊടുത്ത് ഇട്ട നല്ല പച്ച പരവതാനിയാണ്, നല്ല കാർപ്പറ്റാണ്. ആ കാർപ്പറ്റിൽ തന്നെ പാൻ കഴിച്ചിട്ട്, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മുറുക്കി തുപ്പിയിരിക്കുന്നു. അത് കണ്ടിട്ട് സ്പീക്കറിന് സഹിച്ചില്ല. സ്പീക്കർ എല്ലാ MLA-മാരെയും വഴക്ക് പറഞ്ഞു. സ്പീക്കർ പറഞ്ഞു, ഞാൻ CCTV ക്യാമറയിലൂടെ കണ്ടു ആരാ തുപ്പിയതെന്ന്. പക്ഷേ ഇപ്രാവശ്യം വിട്ടിരിക്കുന്നു. അടുത്ത പ്രാവശ്യം ഇനി ആരെങ്കിലും നിയമസഭയ്ക്കകത്ത് തുപ്പിയാൽ 1000 രൂപ പിഴയിടും. നമ്മുടെ ഉത്തർപ്രദേശ് MLA-മാർക്ക് 1000 രൂപ വലിയ കാര്യമാണോ? അല്ലെങ്കിൽ തന്നെ ഒരുവിധപ്പെട്ട MLA-മാരോടൊന്നും 1000 രൂപ ചോദിക്കാൻ കപ്പാസിറ്റി ഉള്ളവർ ഇന്ന് ഉത്തർപ്രദേശിലല്ല, ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഇല്ലെന്നുള്ളതാണ് സത്യം. അപ്പോൾ മുറുക്കി തുപ്പി നിയമസഭയ്ക്കകത്ത്. എന്തൊരു നാടാണല്ലേ, എന്തൊരു തരത്തിലുള്ള സംസ്കാരമാണ് നമ്മുടെ ഈ പറഞ്ഞ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾക്ക് പോലുമെന്ന് നമ്മൾ ചിന്തിക്കണം. ഈ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ എന്നൊക്കെയാണ് സാധാരണയായിട്ട് പാർലമെൻറ്റിനെയും നിയമസഭയും ഒക്കെ പറയുന്നത്. ടെമ്പിൾ ഓഫ് ഡെമോക്രസി എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുന്നവരുണ്ട്. പക്ഷേ ടെമ്പിൾ ഓഫ് ഡെമോക്രസിക്കകത്ത് കയറി മുറുക്കി തുപ്പിയ വേന്ദ്രന്മാർ, ഇത് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നറിയാമോ? നമ്മുടെ സ്വഭാവത്തിൻ്റെ വൈകല്യമാണിത്. ഞാൻ ഇന്ത്യക്കാരെ മുഴുവൻ അടിച്ചാക്ഷേപിച്ചു എന്നൊന്നും പറയരുത് കേട്ടോ. നമ്മളൊക്കെ അല്പം വൃത്തിയുടെ കാര്യത്തിൽ കുറവുള്ളവരാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം മുംബൈയിലെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നമ്മുടെ ഒരു പേഷ്യൻ്റ് അഡ്മിറ്റ് ആയിരുന്നു. അവരെ കാണാൻ വേണ്ടി പോയി. അങ്ങനെ പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് ആ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ലിഫ്റ്റിൻ്റെ അകത്ത് 4 കോർണറിലും നന്നായിട്ട് മുറുക്കി തുപ്പിയിരിക്കുന്നത് കണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ കേരളക്കാർക്ക് ആ കാഴ്ച കാണാൻ ഭാഗ്യം കിട്ടുകയില്ലായിരിക്കും. കാരണം കേരളത്തിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ചിലതൊക്കെ ഈ പറഞ്ഞ സർട്ടിഫിക്കേഷനൊക്കെയുള്ള ISO ഒക്കെ അല്ലേ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അങ്ങനെ സർട്ടിഫിക്കേഷനൊക്കെയുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലുകളാണ്. പിന്നെ നമ്മുടെ നാട്ടുകാർക്ക് അല്പം കൂടി കാര്യത്തിൽ അറിവുണ്ട്, വിവരമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ മുറുക്കി തുപ്പുന്ന ശീലം കുറവാണ്. പക്ഷേ നോർത്ത് ഇന്ത്യയിലെ രസകരമായ സംഗതി, ഏത് ബിൽഡിങ്ങിൻ്റെയും ഏത് പബ്ലിക് സ്ഥലത്തിൻ്റെയും കോർണറുകൾ നോക്കി ഇവർ മുറുക്കി തുപ്പും. കയറിപ്പോകുന്ന സ്റ്റെയർ കേസിൻ്റെ കോർണറിലെല്ലാം മുറുക്കി തുപ്പിയിട്ടിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ലിഫ്റ്റിൻ്റെ അകത്ത് 4 കോണിലും മുറുക്കി തുപ്പിയിരിക്കും. അപ്പോൾ ഈ മുറുക്കി തുപ്പുക എന്ന ശീലം, കിട്ടുന്നിടത്ത് മുറുക്കി തുപ്പുക എന്ന ശീലം നോർത്ത് ഇന്ത്യയിൽ പലർക്കും ഉള്ളതാണ്. രസകരമായൊരു സംഗതി, ഈ പണ്ടൊക്കെ ഞങ്ങളൊക്കെ താമസിച്ചിരുന്ന ബിൽഡിങ്ങുകളിൽ സ്റ്റെയർ കേസിൻ്റെ സൈഡിലെല്ലാം ദൈവങ്ങളുടെ പടമൊട്ടിക്കുമായിരുന്നു. എന്തിനാണെന്നറിയാമോ? ദൈവങ്ങളുടെ പടമൊട്ടിക്കുന്നത് ആരും ദൈവങ്ങളെ കണ്ടാൽ പിന്നെ അവിടെ തുപ്പത്തില്ല. കാരണം ദൈവത്തിൻ്റെ പടമുള്ള ടൈൽസ് അന്ന് കിട്ടുമായിരുന്നു. അപ്പോൾ ഈ ഭിത്തിയിൽ ദൈവങ്ങളുടെ പടം ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്, ടൈൽസ് ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. കാരണം ദൈവത്തെ കണ്ടെങ്കിലും തുപ്പാതിരിക്കട്ടെ എന്ന ചിന്തയിൽ ബിൽഡിംഗ് സൊസൈറ്റിക്കാർ കാണിക്കുന്ന ഒരു തന്ത്രമാണ്. ആ കൂട്ടത്തിൽ ചിലപ്പോഴൊക്കെ ഏതൊക്കെയോ ബിൽഡിങ്ങിൽ മറ്റു പല ദൈവങ്ങളുടെ കൂട്ടത്തിൽ ജീസസ് ക്രൈസ്റ്റിൻ്റേതെന്ന് പറയുന്ന പിക്ചറും ഞാൻ കണ്ടിട്ടുണ്ട്. ടൈൽസിലാണ് കേട്ടോ. അങ്ങനെയുള്ള ആ ചിത്രങ്ങൾ കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ടായിരുന്നു, എല്ലാ ദൈവങ്ങളുടെ കൂട്ടത്തിലും യേശുവിനെ കൂടെ ഇവർ ഇരുത്തിയിട്ടുണ്ടല്ലോ. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇരുത്താൻ ഒക്കത്തില്ല കേട്ടോ. കാരണം ഇന്ന് അന്നത്തെ പോലെ ഈ മതസൗഹാർദ്ദമൊന്നും ഇല്ല. ദൈവങ്ങൾക്ക് പോലും പല കമ്പാർട്ട്മെൻ്റാണ്. അതുകൊണ്ട് ഇന്ന് അങ്ങനെയുള്ള ചിത്രങ്ങൾ കാണുന്ന കൂട്ടത്തിൽ യേശുവിൻ്റെ ചിത്രം കുറവാണ്. പക്ഷേ
ഒത്തിരി ദൈവങ്ങളെ കാവലിരുത്തിയിട്ടുണ്ട് തുപ്പാതിരിക്കാൻ. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോൾ പെട്ടെന്ന് ഈ വീഡിയോ ഞാൻ ചെയ്യാൻ കാരണമായി തീർന്നത് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഒരു യാത്രാവിവരണ വീഡിയോ കാണുവാനിടയായി തീർന്നു. ആ വീഡിയോ ഞാൻ കാണാൻ കാരണം ആ വീഡിയോയുടെ ടൈറ്റിലാണ് യൂറോപ്പിലെ ഏറ്റവും പാവം പിടിച്ച രാജ്യത്തോടെയുള്ള ഒരു യാത്ര. എനിക്ക് കൗതുകം തോന്നി യൂറോപ്പിലെ പാവം പിടിച്ച രാജ്യം കാണാൻ. ഏത് രാജ്യമാണെന്നറിയാമോ? റൊമേനിയ. അതേ തന്നെ, നമ്മുടെ റൊമേനിയ. ഏത് പണ്ട് കമ്മ്യൂണിസം തകർത്ത് കളഞ്ഞ ഒരു റൊമേനിയുണ്ട്, ഭരിച്ച് ആകപ്പാടെ കുട്ടിച്ചോറാക്കിയ ഒരു റൊമേനിയ. അത് തന്നെ റിച്ചാർഡ് ഊംബ്രാണ്ടിൻ്റെയൊക്കെ റൊമേനിയ. ആ റൊമേനിയ ഇന്ന് സ്വതന്ത്രമായിരിക്കുകയാണ്. റൊമേനിയയിലെ ഭരണമൊക്കെ മാറി സ്വതന്ത്ര റൊമേനിയയിലൂടെ ഈ പറഞ്ഞ നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര ഒന്ന് സഞ്ചരിക്കുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ സഞ്ചരിച്ചപ്പോൾ കണ്ട കാഴ്ചകൾ, അവിടുത്തെ പാവം പിടിച്ചവരുടെ വീടുകൾ, അവിടുത്തെ പാവങ്ങൾ. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് ആ ദേശത്തിലൂടെ ഇങ്ങനെ വീഡിയോ ഒഴുകി നടക്കുമ്പോൾ താൻ സഞ്ചരിക്കുന്ന ട്രെയിനിൻ്റെ ആ ഒരു കണ്ണാടി ജനലിലൂടെ താൻ ആ ചിത്രങ്ങൾ പകർത്തിയെടുക്കുമ്പോൾ മനോഹരമാകുന്ന ലാൻഡ്സ്കേപ്പുകൾ, നന്നായിട്ട് സൂക്ഷിച്ചിട്ടുള്ള, വൃത്തിയോട് സൂക്ഷിച്ചിട്ടുള്ള വഴിയോരങ്ങൾ, അതുപോലെ തന്നെ വീടുകൾക്ക് ചുറ്റുമുള്ള പുൽത്തകടികളൊക്കെ നല്ല ഭംഗിയായി വെട്ടി വൃത്തിയാക്കി നിർത്തിയിരിക്കുന്നു. അപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. ഇതാണോ പാവം പിടിച്ച യൂറോപ്യൻ രാജ്യം? നമ്മളെക്കാട്ടിൽ പാവങ്ങളാണെന്നാണ് പറയുന്നത് അവിടെ, കേട്ടോ. ഉടുതുണിക്കും മറുതുണിയില്ല എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതുപോലെ പാവങ്ങൾ. എനിക്ക് രസം തോന്നിയിട്ട് താഴെയുള്ള കമൻറ്റുകൾ ഞാൻ വായിച്ചു. കമൻറ്റുകളിലും അത് തന്നെ എഴുതിയിരിക്കുന്നു, അവരുടെ വൃത്തിയെക്കുറിച്ച്. പാവം പിടിച്ച യൂറോപ്യൻ രാജ്യമാണെങ്കിലും അവർക്ക് വൃത്തിയുണ്ടല്ലോ എന്ന തരത്തിലുള്ള കമൻറ്റുകൾ. ട്രെയിനുകൾ എത്ര വൃത്തിയായി അവർ സൂക്ഷിച്ചിരിക്കുന്നു. ആ കണ്ട ട്രെയിൻ, അദ്ദേഹം സഞ്ചരിക്കുന്ന ട്രെയിൻ എത്ര വൃത്തിയുള്ള ട്രെയിനാണ്. നമ്മുടെ ട്രെയിനുകളെ പോലെ അല്ല, നമ്മുടെ തെരുക്കളെ പോലെ അല്ല അവരുടെ തെരുവുകൾ. മനസ്സിലാക്കണമേ, അവരുടെ വീടിൻ്റെ ചുറ്റുമുള്ള പുൽത്തകടികളൊക്കെ വെട്ടി ഭംഗിയായി സൂക്ഷിച്ചിരിക്കുന്നു. ഇതാണ് നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം. നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയെ നമ്മൾ വൃത്തിയായി സൂക്ഷിച്ചാൽ നമ്മുടെ രാജ്യവും കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും. അതുകൊണ്ട് അല്പം കൂടെ വൃത്തിയുള്ള ശീലം നമുക്കൊക്കെ ഉണ്ടാകേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഉത്തരേന്ത്യക്കാർക്ക് മാത്രമല്ല, ദക്ഷിണ ഭാരതീയർക്കും വൃത്തിയുള്ള ശീലമുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നമ്മുടെ വീടിന് മുമ്പിലുള്ള ആ ഒരു ലാൻഡ്സ്കേപ്പ് ഒന്ന് വൃത്തിയാക്കി ഇട്ടാൽ, ഓരോ വീടുകളും ഉത്തരവാദിത്വം എടുത്ത് നമ്മുടെ വീടിന് മുമ്പിലുള്ള സ്ട്രീറ്റിൻ്റെ സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കി കെട്ടി തിരിച്ച് പൂക്കളൊക്കെ നട്ടുപിടിപ്പിച്ച് നമ്മുടെ സംസ്കാരത്തിനും നമ്മുടെ പ്രകൃതിക്കും ഇണങ്ങിയ തരത്തിലുള്ള ഒരു ലാൻഡ്സ്കേപ്പൊക്കെ ഉണ്ടാക്കി ഭംഗിയായി സൂക്ഷിച്ചാൽ എത്ര നല്ലതായിരിക്കും. യൂറോപ്പിനെ പോലെ അനുകരിച്ച് വെട്ടിനിർത്തിയിരിക്കുന്ന പുൽത്തകടികൾ ഒന്നും ഉണ്ടാക്കണമെന്നില്ല. നമ്മുടെ നാടിൻ്റെ പശ്ചാത്തലത്തിന് ഇണങ്ങുന്ന നല്ല ഭംഗിയുള്ള നമ്മുടെ സംസ്കാരത്തിനും നമ്മുടെ ആ ഒരു എന്താ പറയുന്നത്, ആർക്കിടെക്ചറൽ ആ ഒരു തനതായ ശൈലിക്കും ഇണങ്ങുന്ന എന്തെങ്കിലുമൊക്കെ നമ്മുടെ വഴിയോരങ്ങളിൽ ഓരോ വീട്ടുകാരും ഒന്ന് ചെയ്തിരുന്നെങ്കിൽ എത്ര ഭംഗിയായിട്ട് നമ്മുടെ നാട് മാറുമായിരുന്നു എന്നുള്ള ചില ചിന്തകൾ ഈ ന്യൂസ് ബുള്ളറ്റിനിലൂടെ പങ്കുവെക്കുകയാണ്. ഗോഡ് ബ്ലെസ് യു ഓൾ.